എല്ലാവർക്കും നമസ്കാരം. 53ാമത് GST കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം 2024 ഫിനാൻസ് ബില്ലിൽ GSTയുമായി ബന്ധപ്പെട്ട് ധാരാളം നിർദ്ദേശങ്ങൾ, ഭേദഗതികൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ എൻ്റെ വീഡിയോയിലെ ഇൻട്രോകളിലൊന്നും ഒരു സെൽഫ് പ്രൊമോഷൻ, അതായത് എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ടു ബി വെരി പർട്ടിക്കുലർ, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യണം. കാരണം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വളരെ നിർണായകമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു നീക്കം, അതായത് ഒരു പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്യുന്നത് വഴി വ്യാപാരി സമൂഹത്തെ എത്രമാത്രം സഹായിക്കാം എന്നത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഈ സെക്ഷൻ ഇൻസേർട്ട് ചെയ്യുന്ന വഴി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക, എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക. സെക്ഷൻ 74A എന്നൊരു പുതിയ സെക്ഷൻ 24-25 സാമ്പത്തിക വർഷം മുതൽ നിലവിൽ വന്നു. നിലവിലുള്ള 73-74 എന്ന രണ്ട് സെക്ഷൻ സത്യത്തിൽ വളരെ അറഗൻ്റായിട്ടുള്ളൊരു സെക്ഷനാണെന്ന് തന്നെ പറയാം. ആ സെക്ഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സെക്ഷൻ 74A നിലവിൽ വന്നിട്ടുള്ളത്. ഈ സെക്ഷൻ 74Aയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ലിറ്റിഗേഷൻസ് കുറയ്ക്കുക. അതായത് ആ സെക്ഷൻ ഫ്രെയിം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ലിറ്റിഗേഷൻസ് കുറയ്ക്കുക, അതേപോലെ തന്നെ വ്യാപാരി സമൂഹത്തിന് ആവശ്യമായ വിധത്തിലുള്ള ചെറിയ തോതിലല്ല വളരെ നല്ല നിലയ്ക്കുള്ള സഹായങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെ, അതായത് ഒരു നല്ല നിലയ്ക്കുള്ളൊരു തലോടൽ എന്ന് തന്നെ പറയാം. സെക്ഷൻ 74A ഇൻസേർട്ട് ചെയ്തത് വഴി സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. നിലവിലുള്ള രണ്ട് സെക്ഷനുകളിൽ 73ലും 74ലും എന്തൊക്കെയാണോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നത് ആ സെയിം ഉദ്ദേശത്തിന് ഒരൊറ്റ സെക്ഷനിലൂടെ കൊണ്ടുവരിക, അതാണ് സെക്ഷൻ 74A. അതായത് സോ ആസ് ടു ഡിറ്റർമിൻ വെദർ ദ ടാക്സ് നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ് ഓർ ഇറോണിയസ്ലി റീഫണ്ടഡ് ഓർ ITC ക്ലെയിംഡ് ഇറഗുലർലി വിത്ത് എനി റീസൺസ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എനി റീസൺസ് എന്നിവിടെ പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെക്ഷനിൽ 73ലാണെങ്കിൽ നോർമൽ റീസൺസും 74ലാണെങ്കിൽ വിത്ത് ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷനും ആയിരുന്നു. അപ്പോൾ ഈ ഒരു നോർമൽ റീസണും ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷനും കൂടി ചേർത്തിട്ട് എന്ത് റീസൺ ആണെങ്കിലും ആ റീസണിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടാക്സ് നോട്ട് പെയ്ഡ്, ഷോർട്ട് പെയ്ഡ് ഓർ ഇറോണിയസ്ലി റീഫണ്ടഡ് ആൻഡ് ഇറഗുലർ ക്ലെയിം ഓഫ് ITC ഓർ ITC യൂട്ടിലൈസ്ഡ് വിത്ത് എനി റീസൺസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഫ്രോഡുലൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തിന്, നോർമലായിട്ട് ചെയ്യുന്ന കാര്യത്തിന് രണ്ടിനെയും കൂടി ഒരു ഒറ്റ സെക്ഷൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവന്നു എന്നുള്ള വളരെ പ്രത്യേകതയാണ് ഈ സെക്ഷൻ 74Aക്ക് ഉള്ളത്. ഈ സെക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ സെക്ഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോക്കോസ് നോട്ടീസുകൾ അതല്ലെങ്കിൽ ഓർഡറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സമയപരിധി ഒരുപാട് കൂടുതലാണ്, അതിനെ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പെനാൽറ്റിയുടെ അളവ് വോളണ്ടറി ആയിട്ടുള്ള പേയ്മെൻറ്റുകളുടെ കേസിലും അതല്ലാത്ത കേസിലും പെനാൽറ്റികളുടെ അളവ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഈ ഒരു രണ്ട് നീക്കത്തിലൂടെ കച്ചവടക്കാർക്ക് എത്രമാത്രം ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് ഈ സെക്ഷൻ്റെ ഒരു ആകെത്തുകയായിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് സെക്ഷൻ 74Aയിൽ നോട്ടീസുകൾ, ഷോക്കോസ് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യാനുള്ളൊരു സമയപരിധിയും അതേപോലെ തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഓർഡർ ആക്കണം എന്നുള്ളതും പറയുന്നതോടുകൂടി തന്നെ ഈ ലിറ്റിഗേഷൻസിൻ്റെ അളവ് പരമാവധി കുറയ്ക്കും. കാരണം വെച്ചാൽ ഈ ലിറ്റിഗേഷൻസ് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നിലവിലുള്ള സെക്ഷൻ 73 74 അനുസരിച്ച് ഒരു കാലത്തും അവസാനിക്കാത്ത തരത്തിലുള്ള ലിറ്റിഗേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ 74A എന്നുള്ള സെക്ഷൻ കൊണ്ടുവന്നുള്ളത്. അതിൽ തന്നെ 74A1 പറയുന്നതെന്ന് വെച്ചാൽ 1000 രൂപ വരെ ഇൻവോൾവ് ചെയ്യുന്ന കേസുകൾക്ക് ഒരിക്കലും ഷോക്കോസ് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് 1000 രൂപ വരെയാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് പെയ്ഡ്, നോട്ട് പെയ്ഡ് ഓർ ഇറോണിയസ്ലി റീഫണ്ടഡ് കേസൊക്കെ 1000 റുപ്പീസിൽ കുറവാണെങ്കിൽ ആ 74A പ്രകാരം യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ രണ്ടാമത്തെ 74A2 ഇതിൻ്റെ കാലപരിധിയാണ് പറയുന്നത്. അതായത് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള സമയപരിധി എന്നുള്ളത് വിത്തിൻ 42 months ഫ്രം ദ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ ടു ദി കറസ്പോണ്ടിങ് ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 17-18 ബന്ധപ്പെട്ട ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ 17-18 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയപരിധി കഴിഞ്ഞ് 42 മാസത്തിനുള്ളിൽ ചെയ്യണം. അപ്പോൾ നിലവിലുള്ള സെക്ഷൻ പ്രകാരം 73ലാണെങ്കിൽ ഇത് 3 year ആയിരുന്നു, അതായത് 36 മാസമായിരുന്നു. പക്ഷേ നേരെ മറിച്ച് 74ൽ കുറച്ചും കൂടി റിഗറസ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് 74ൽ ഇത് 5 year ആയിരുന്നു. അപ്പോൾ 5 year എന്നുള്ള 60 മാസം എന്ന് ചുരുക്കിയിട്ട് 42 അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 73ലും 74ലും ഉണ്ടായിരുന്ന ഈ കാലപരിധിനെ രണ്ടിനും കൂടിയും ഏകീകരിച്ച് 74Aയിൽ ഇത് 42 മാസമാക്കി ചുരുക്കി. അപ്പോൾ 42 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഷോക്കോസ് നോട്ടീസ് നിർബന്ധമായിട്ടും ഇഷ്യൂ ചെയ്തിരിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ഇഷ്യൂ ചെയ്യുകയായിട്ട് ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 74A6 പറയുന്നതെന്ന് വെച്ചാൽ വിത്തിൻ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ നോട്ടീസ്
എന്ത് ചെയ്യണം, പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഓർഡർ ഇറക്കണം. ഇതിന് പരമാവധി 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡബിൾ അപ് ടു 6 months വിത്ത് പ്രിയർ അപ്രൂവൽ എന്നാണ് പറയുന്നത്. അപ്രൂവൽ ആരുടെ കയ്യിൽ നിന്നാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതാണ് ഈ ഒരു സെക്ഷൻ 74A(6) തന്നെയാണ് സെക്ഷൻ 74ൻ്റെ ഏറ്റവും ക്രക്സ് എന്ന് തന്നെ പറയാം. കാരണം നിലവിലുള്ള സെക്ഷൻ 73-ൽ ഇത് പറയുന്നത് 3 months ആണ്. 3 year ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഓർ ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ആനുവൽ റിട്ടേൺ എന്നാണ്. അതേപോലെ തന്നെയാണ് 74-ൽ പറയുന്നത് വിത്തിൻ 5 year ഫ്രം ദ എൻഡ് ഓഫ് ദ ആനുവൽ റിട്ടേൺ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്ന പ്രൊസീഡിങ്സ് സെക്ഷൻ 73-ൽ അല്ലെങ്കിൽ സെക്ഷൻ 74-ൽ 5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രൊസീഡിങ്സ് വെറും 12 മാസം കൊണ്ട് തീർക്കണം എന്നുള്ള വളരെ ചുരുങ്ങിയൊരു ടൈം ഫ്രെയിമാണ് സർക്കാരിന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അസിംഗ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. കാരണം വെച്ചാൽ 12 months ഉള്ളിൽ ഒരു അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഘട്ടമാണ്. അപ്പോൾ അത് തീർന്ന് കിട്ടുക എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് അസസ്മെൻറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അസസ്മെൻറ്റ് ഇൻവാലിഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും 12 മാസത്തേക്ക് അപ്പുറത്തേക്ക് 74A ഒരു അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പരമാവധി 18 മാസം, ഒരു 6 മാസത്തെ എക്സ്റ്റെൻഡബിൾ പീരീഡ്. ഇത് തന്നെയാണ് സെക്ഷൻ 74A വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് തന്നെ പറയാം. അടുത്തത് 74A(8)(1 and 2) ആണ്. ഇതിൽ പറയുന്ന പെനാൽറ്റിയെ സംബന്ധിച്ചാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം വെച്ചാൽ പരമാവധി പെനാൽറ്റികൾ ചുരുക്കുക, അതേപോലെ തന്നെ അസസ്മെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള സമയപരിധി ചുരുക്കുക എന്നൊക്കെയാണ് സെക്ഷൻ 74A പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ റീഡിങ്ങിൽ തന്നെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പാണെങ്കിൽ വോളണ്ടറി ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റും ടാക്സും അടച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പെനാൽറ്റി ഉണ്ടായിരിക്കുന്നതല്ല. സപ്പോസ് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്നിരിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് സച്ച് ഷോക്കോസ് നോട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റും ടാക്സും അടച്ചിട്ട് പെനാൽറ്റി വേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും വളരെ വലിയൊരു കാര്യം തന്നെ. കാരണം സെക്ഷൻ 73-ലാണെങ്കിലും 74-ലാണെങ്കിലും ഇത്തരം ലിബറൽ ആയിട്ടുള്ളൊരു സംവിധാനമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്ഷൻ 73-ലും 74-ലും എന്തൊക്കെയാണോ പ്രശ്നങ്ങളുണ്ടായിരുന്നത്, എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുകൾ വ്യാപാരികൾക്ക് ഉണ്ടായിരുന്നത്, ആ ബുദ്ധിമുട്ടുകളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് ഇത് വളരെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് 74A എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്ഷൻ 74A എന്നുള്ളത് ഫിനാൻഷ്യൽ ഇയർ 24-25 മുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2023-24 വരെ ഉള്ള എല്ലാ പ്രൊസീഡിങ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടത് സെക്ഷൻ 73-ലും 74-ലും തന്നെയാണ്. അതിൽ തന്നെ ആദ്യത്തെ ഒരു 3 വർഷത്തേക്ക് 17, 18, 18, 19, 19, 20 കാലഘട്ടത്തിലേക്ക് ചെറിയൊരു അമെൻമെൻറ്റ് വരുത്തിയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 73-യും 74-ഉം ആയിട്ട് 74A എങ്ങനെ കമ്പയർ ചെയ്യുന്നുള്ളൂ, ഒരുപാട് കമ്പാരിസൺ ഉണ്ട്. അത് മുഴുവൻ ഈ വീഡിയോയിൽ പറയാൻ നോക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അത് വളരെ ഷോർട്ടായിട്ടുള്ള അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നേരത്തെ പല വീഡിയോയിലും സൂചിപ്പിച്ച പോലെ തന്നെ ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ഫിനാൻസ് ബിൽ 2024 GST ആയിട്ട് ബന്ധപ്പെട്ടും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പല പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സും ഇനിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോകളിലൂടെ ഇത്തരം പുതിയ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.